Assalamualaikum, welcome back to my channel. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നുള്ളത് ഞാൻ RC390 ലാസ്റ്റ് പെരുന്നാൾ പിറ്റേ ദിവസം ആക്സിഡൻ്റ് ആയിട്ട് പറഞ്ഞിട്ടാണ്. ആ വണ്ടി നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അത് എന്തെല്ലാം പൊട്ടിന് എന്തെല്ലാം ഡാമേജ് ഉള്ളത് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഫൈനലി കാഴ്ച ഇപ്പോൾ RC390 ഇതിവിടെ വന്നിട്ടുണ്ട്. ഇതാ പിന്നെ കാണുമ്പോൾ ബേജാറുവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലോണം ചിലവിട്ടിന് വണ്ടിനാവാ അവന് ഏകദേശം 85,000 ചിലവിട്ടിന്. അപ്പോൾ ഇതിൽ ഡാമേജ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫ്രണ്ട് വൈസർ ഇല്ല, ഫുള്ള് ഡാമേജ്, വൈസർ ഡാമേജ് അതിന്. ഇപ്പോൾ അവൻ്റെ കിറ്റ് കണ്ട, ഇത് പുതിയ കിറ്റ് മേങ്ങിയ കിറ്റ് കട്ടതിന് എടുത്തത് ഫുള്ള് ഡാമേജ് കിറ്റ്. ഇപ്പോൾ അവൻ്റെ ഹാൻഡിൽ ബെൻഡ് ഉണ്ട്, ഹാൻഡിൽ ഫുള്ള് ഈ സൈഡ് ഫുള്ള് ബെൻഡ്. പിന്നെ അൻട്രി ബെല്ല് പൊട്ടിന്, അൻട്രി ബെല്ല് കാണുന്നുണ്ട് നോക്കിയുടെ ടയറിലേക്ക് മുട്ടുന്നുള്ള അൻട്രി ബെല്ല് പാനെല്ലാം മുട്ടിയുണ്ട്. അവൻ്റെ ബാക്ക് സീറ്റില്ല, ബാക്ക് സീറ്റിലത്തെ കൗള് കട്ടായിന്. ഇൻഡിക്കേറ്ററിൽ കാണുന്നേലുണ്ട്, ഇതാ ഇൻഡിക്കേറ്ററെല്ലാം കട്ടായിട്ടുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ടൈൽ ലാമ്പ് നോക്കിയാൽ ഫുള്ള് ഡാമേജ്. അപ്പോൾ രണ്ടാമത്തെ പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ആക്കിയിട്ട് പോയിനോന് ഫുള്ള് ക്യാഷ് തന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ വേറെ ഒന്ന് കാണിച്ചു തരാം കഴിച്ച വീട് നോക്കിയാൽ അവിടെ കിറ്റ് ഫുള്ള് ഡാമേജ്. കിറ്റ് 15,000 കിറ്റ് കൊടുത്തിരുന്നു. കിറ്റ് സീറ്റ് അത് ടാങ്കിലേക്കല്ലോ അപ്പോൾ എല്ലാം ഡാമേജ് ആയിട്ടുള്ളത് ഗൈസ്. പിന്നില്ല കാര്യമായ ഒരു ഡാമേജ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മാഗ്നറ്റ് കോയില് ഡാമേജ് ആയിട്ടുണ്ട്, ഫുള്ള് ഓയിൽ ലീക്ക് ആകുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും ഫുള്ള് ഡാമേജ്. അണ്ടർ ബെല്ല് നോക്കിയാൽ ഫുള്ള് ഡാമേജ് ആയിട്ടുള്ള. പിന്നെ ഞാൻ സൂപ്പിൻ്റെ പേയ്മെൻറ്റ് ആക്കിനോ രണ്ടാമത്തെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. സൂപ്പിക്ക് ചിരിക്കാനും വരുന്ന ബേജാറുമാണ്. നിനക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ പണി ഒരു മാസം പൊരൽ വെച്ചിട്ട് ഫുള്ള് പണിയെടുപ്പിച്ചോന്. ഈ വണ്ടി സ്റ്റാർട്ടിങ് എങ്ങനെ ഉണ്ട് അതിൻ്റെ ഇപ്പം എങ്ങനെ ഉള്ളത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയാൽ ഈ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഓന് രാത്രിയും പകലും ഫുള്ള് പണി എടുത്തിട്ടില്ല, ഫുള്ള് പണി എടുപ്പിച്ച വണ്ടി ഫുള്ള് ഡാമേജ് ആയതുകൊണ്ട് ഓനിക്കും ബേജാറാന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇജാസ് ബൈ പേയ്മെൻറ്റ് ആക്കിയിട്ടുണ്ട് വണ്ടി റീസ്റ്റോർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഈ വണ്ടീനെ കൊണ്ടുപോകുന്നുള്ളത് റീസ്റ്റോർ ആക്കാൻ വേണ്ടിയിട്ട് നേരെ സൂപ്പിൻ്റെ പൊരക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് റെഡിയാവും. അപ്പോൾ റെഡി ആയ ശേഷമില്ല അപ്പോൾ അന്നത്തെ വീഡിയോ ഈ ചാനലിൽ ഞാൻ കാണിച്ചു തരാവേ. പിന്നില്ല വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ ആകെ ബാജറുണ്ട് ഇജാസ് ബൈ. അപ്പോൾ ഇവിടെ തന്നെ ബലാക്കാൻ വന്നിട്ടില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഓൻ്റെ ഒരു എന്ത് പറയുന്നത് ഞങ്ങൾക്ക് ഓന് തയ്ക്കണ പാട് ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ ആക്സിഡൻ്റ് ആയ വണ്ടി നമ്മൾ സ്പെയർ പാർട്സ് എടുക്കാൻ വന്നിട്ടുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. എന്റെ വണ്ടി രണ്ടിലൊന്ന് പോയി, എനിക്ക് ഇതൊന്നും മതി. പിന്നെ ഒരു ക്യാൻ ഇത് മതി, ഇതെല്ലാം വെച്ച് അത് മാത്രം രണ്ട് കിട്ടിയാൽ മതി. പിന്നെ ഫൈബർ കൊടുക്കാം, ആർക്ക് ഇജാസിന് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം എന്തെല്ലാം വേണ്ടേ? ഈ 3 സാധനം മതി. ഏതല്ലോ? ഈ റിംഗ് ലൈറ്റും പിന്നെ ഒരു ക്യാനും ഹൈഡ്രോളിക് ക്യാനും ആക്കിയിട്ട്. അപ്പോൾ അത് വേറെന്ത് വേണ്ട എനിക്ക് ബാക്കിയെല്ലാം മതിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നല്ലതാണെന്നോ അവൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ആക്കാൻ വരാൻ. ഞാൻ എൻ്റെ ഏറ്റവും മോശം ടൈമില്ല. ഇനി ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയാൽ